നടൻ പൃഥ്വിരാജിന്റെ അമ്മ മല്ലിക സുകുമാരൻ വീണ്ടും ഒരു നിലവിളി, പതിവുപോലെ. അതെ പതിവുപോലെ ഒരു നിലവിളിയായിട്ട് വന്നിട്ടുണ്ട്. പൃഥ്വിരാജിനെ ഇത്ര കണ്ട് ചീത്ത വിളിക്കുമ്പം ഒരു സംഘടനയ്ക്ക് ഒരു ഉത്തരവാദിത്വമില്ല. എന്തിനാണ് ആ പയ്യനെ ഇങ്ങനെ വിളിക്കുന്നത്? അയാൾ എന്ത് ചെയ്തത്? അവൻ ആ റോള് ചെയ്തതിൽ നന്നായി പോയി എന്ന് തിലകൻ മകൻ പറയുമ്പോൾ പോലും ആ പടത്തിൽ അഭിനയിച്ചത് മഹാ ഓറായിപ്പോയി. ഇത് ആരെയാ പറഞ്ഞത്? അവൻ്റെ പടമല്ല ഇത്. വിലായത് ബുദ്ധ പൃഥ്വിരാജ് എടുത്ത പടമല്ല. അപ്പം പൃഥ്വിരാജ് എന്ന് പറയുന്ന നടനെ ഇല്ലാതാക്കണം എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ സിനിമയുടെ കുറ്റമല്ല അതൊക്കെ. അല്ല, എനിക്കൊരു സംശയം, ഈ മല്ലിക സുകുമാരൻ്റെയും പൃഥ്വിരാജ് സുകുമാരൻ്റെയൊക്കെ പാഠപുസ്തകം ഹമാസ് ആണെന്നൊരു സംശയമുണ്ട്. ഹമാസിൻ്റെ രീതി കണ്ടിട്ടുണ്ടോ? ഹമാസ് ആക്രമണം നടത്തുമ്പോഴത്തേക്ക് തിരിച്ചടി കിട്ടുമെന്ന് ഉറപ്പാണല്ലോ. തിരിച്ചടി കിട്ടുമ്പോൾ ഇവർ എന്ത് ചെയ്യുന്നറിയോ? നേരെ മുന്നിൽ സ്ത്രീകളെ നിർത്തും, ഗർഭിണികൾ, സ്ത്രീകൾ, പെൺകുട്ടികൾ. അപ്പോൾ പിന്നെ ആക്രമിക്കുമ്പോഴത്തേക്ക് പ്രതിരോധമായി എന്ന് പറയുന്നില്ല. പൃഥ്വിരാജിന് ഈ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഉടനെ രംഗത്തിറങ്ങുന്ന രണ്ട് പേരുണ്ട്, രണ്ട് വനിതാ ചാവേറുകൾ. അന്ന് അമ്മ മല്ലിക സുകുമാരൻ, പിന്നെ ഭാര്യയുടെ പേരെന്ത്? വലിയ ലോകപ്രശസ്ത ഇംഗ്ലീഷുകാരി അല്ലേ? രണ്ടുപേരും കൂടെ പ്രതിരോധർ. കണ്ടോടാ എൻ്റെ ഭർത്താവിനെ എന്ന് പറഞ്ഞിട്ട് ഭാര്യ ഇറങ്ങും. എൻ്റെ കൊച്ചുമോനെ ഇങ്ങനെയൊക്കെ പറയാമോ എന്ന് ചോദിച്ചിട്ടാണ് മല്ലിക സുകുമാരൻ വരുന്നത്. ഇപ്പോൾ സ്വാഭാവികമായും വലിയ പ്രതീക്ഷയോടെ കൊട്ടിഘോഷിച്ച വിലായത്ത് ബുദ്ധ എന്ന് പറയുന്ന സിനിമ 8 നില പൊട്ടി. തിയേറ്ററിൽ ആരുമില്ല, തിയേറ്ററിൽ പൂച്ച വെച്ച് കിടക്കുക. അപ്പോൾ പിന്നെ സ്വാഭാവികമായി ഒരു സിനിമ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ അമ്മയുടെ സാരിയുടെ പിന്നിൽ ഒളിക്കുന്ന കുഞ്ഞുമോനായിട്ട് പൃഥ്വിരാജ് സുകുമാരൻ മാറി. അമ്മ രംഗത്തേക്ക് വരുന്നു. ഇത്തവണ അമ്മ പറയുന്നത് വലിയ രൂക്ഷമായൊരു ആക്ഷേപമാണ്. എൻ്റെ മോനെ ഇങ്ങനെയൊക്കെ പറയുന്നു എന്നിട്ട് സംഘടന ചോദിക്കുന്നില്ല. ഏത് സംഘടന? അമ്മയ്ക്കെതിരെ പറയുകയാണ്. പൃഥ്വിരാജ് സുകുമാരൻ്റെ ഈ 7-ാം കൂലി സിനിമകളൊക്കെ വിജയിപ്പിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തം അമ്മയുടെ ഭാരവാഹികൾക്കാണെന്നാണ് ഇപ്പോൾ മല്ലിക പറയുന്നത്. മോൻ്റെ സിനിമയ്ക്കെതിരെ ആക്ഷേപം വന്നിട്ട് അമ്മ വിടുന്നില്ല. ഇതിനകത്ത് ഗുരുതരമായ ഒരു ആക്ഷേപം കൂടെ അവർ പറയുന്നുണ്ട്. ഇൻഡസ്ട്രിയിലുള്ള ചില ആളുകൾ തന്നെ പൃഥ്വിരാജിനെതിരെ നിൽക്കുകയാണ്. പിന്നെ പൃഥ്വിരാജിനെ പേടിച്ചിട്ട് മോഹൻലാലും മമ്മൂട്ടിയും വഴിയിൽ ഇറങ്ങി നടക്കുന്നില്ല. രാജപ്പൻ്റെ ഒരു സിനിമ വന്നാൽ അങ്ങനെ പറയാൻ പാടില്ല. പൃഥ്വിരാജ് സുകുമാരൻ്റെ ഒരു സിനിമ വന്നാൽ ഉടനെ ഇറങ്ങുന്നു എന്ന് അറിയുമ്പോഴത്തേക്ക് മമ്മൂട്ടിക്ക് കുളിര് വരും, മോഹൻലാലിന് പനി വരും. മനസ്സിലായില്ലേ? അപ്പം ഇൻഡസ്ട്രിയിലുള്ളവർ പൃഥ്വിരാജിനെതിരെ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ ഏറ്റവും വാല്യുള്ള താരങ്ങളാരാ? അവരൊക്കെ പൃഥ്വിരാജിനെ പേടിച്ചാണ് ഇത്. ഫഹദ് ഫാസിൽ, ഫഹദിൻ്റെ സിനിമയൊക്കെ അതിൻ്റെ വഴിക്കും, പൃഥ്വിരാജിൻ്റെ സിനിമ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ സിനിമ അതിൻ്റെ വഴിക്കും. എന്തിനും വിനീത് ശ്രീനിവാസൻ്റെ സിനിമയ്ക്ക് പോലും പൃഥ്വിരാജ് സിനിമകൾ ഭീഷണിയല്ല, ആണോ? അല്ല. വിനീതിൻ്റെ ഒരു സിനിമ വന്നാൽ അത് കാണേണ്ടവർ ഉറപ്പായിട്ടും കാണും. പൃഥ്വിരാജിന് കേരളത്തിൽ മിനിമം ഗ്യാരണ്ടിയുള്ള പ്രേക്ഷകരില്ല എന്നുള്ളത് സത്യമാണ്. ഒരു വിനീതിൻ്റെ സിനിമ കാണാൻ, മോഹൻലാലിൻ്റെ സിനിമ കാണാൻ, ഫഹദിൻ്റെ സിനിമ കാണാൻ ഒക്കെ ഒരു കാറ്റഗറി, ഒരു സെക്ഷൻ പീപ്പിൾ ഗ്യാരണ്ടിയാണ്. അത് പൃഥ്വിരാജിനില്ലാത്ത ഈ അമ്മ നെഞ്ചത്തടിച്ചത് വല്ല കാര്യമുണ്ടോ? മാത്രമല്ല, ഒരു സിനിമ പരാജയപ്പെടും. ഇപ്പം ഞാൻ സിനിമ പരാജയപ്പെടുന്ന നമ്മൾ കാണാറുണ്ട്. മോഹൻലാലിൻ്റെ സിനിമ പൊട്ടിയിട്ടില്ലേ? മമ്മൂട്ടി സിനിമകൾ പൊട്ടിയിട്ടില്ലേ? എന്തിന് രജനീകാന്തിൻ്റെ സിനിമകൾ പൊട്ടിയിട്ടുണ്ട്. ഇപ്പോൾ രജനീകാന്തിൻ്റെ അമ്മയോ ഭാര്യയോ അമ്മായിയമ്മയോ അനിയത്തി ആരെങ്കിലും വന്നിട്ട് ഞങ്ങളുടെ കൊച്ചനെ കൊല്ലുന്നേ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടോ? അപ്പോൾ ഇത് എന്തൊരു നാണം കെട്ട ഒരു കൾച്ചറാണ് ഈ പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറഞ്ഞ നടൻ നമ്മുടെ മലയാള സിനിമയിൽ ഉണ്ടാക്കി വെക്കുന്നത്. അയാളുടെ സിനിമകൾ വിജയിക്കും, നന്നായി വിജയിച്ച സിനിമകളുണ്ട്, 8 നിലയിൽ പൊട്ടിയ സിനിമകളുണ്ട്. എന്നിട്ടൊരു ഡയലോഗ് കൂടെ ഈ മല്ലിക സുകുമാരൻ പറയുന്നുണ്ട്. അല്ല, ഇതും വിലായത്ത് ബുദ്ധ എൻ്റെ മോൻ്റെ സിനിമയൊന്നുമില്ല, അവൻ അഭിനയിച്ചതേ ഉള്ളൂ എന്ന് പറയുമ്പോഴത്തേക്ക് ആ സിനിമ നിർമ്മിച്ചവരെയും അത് സംവിധാനം ചെയ്തവരെയും ആക്ഷേപിക്കുകയാണ്. കാരണം എൻ്റെ മോൻ നിർമ്മിക്കുകയും എൻ്റെ മോൻ സംവിധാനം ചെയ്യുകയാണെങ്കിൽ ആ സിനിമ വിജയിച്ചില്ലേ ഞങ്ങൾക്ക് പ്രശ്നമാണ്. ഇതിപ്പോൾ എൻ്റെ മോൻ നിർമ്മിച്ച സിനിമയൊന്നും അല്ലല്ലോ, പിന്നെന്തിനാണ് അവനെ ആക്ഷേപിക്കുന്നത്? ഒരു സിനിമ വിജയിപ്പിക്കുന്നതിൽ നിർണായകമായ പങ്ക് അതിൽ അഭിനയിക്കുന്ന താരങ്ങൾക്കുണ്ട്. അപ്പോൾ എൻ്റെ മോൻ നിർമ്മിക്കുകയോ സംവിധാനം ചെയ്യുകയോ ചെയ്താൽ മാത്രമേ എൻ്റെ മകന് അതിന് ഗ്യാരണ്ടി ഉള്ളൂ എന്ന് പറഞ്ഞാൽ പൃഥ്വിരാജിനെ വെച്ച് സിനിമ ചെയ്യാൻ ആര് വരും? മല്ലിക സുകുമാരൻ. അപ്പം നിങ്ങൾ ഈ ആവേശം മൊത്ത് ഒരമ്മ എന്ന് പറഞ്ഞ് ഈ നടന് വേണ്ടിയിട്ട് ചാടി ഇറങ്ങി വരുമ്പോൾ അതിലെ വാക്കുകൾ നിങ്ങൾ വിചാരിക്കാത്ത അർത്ഥങ്ങളുണ്ടാവും. ഒന്ന്, അമ്മ സംരക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഇൻഡസ്ട്രിയിലുള്ളവർ തന്നെയാണ് പൃഥ്വിരാജിനെതിരെ നീങ്ങുന്നതെന്ന് പറയുന്നു. എന്നിട്ട് പറയാണ് ഇപ്പോൾ വിലായത് ബുദ്ധയെക്കുറിച്ച് പറയുന്നത് മുഴുവൻ എമ്പുരാൻ്റെ കഥയാണെന്ന്. എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയിലൂടെ പൃഥ്വിരാജ് മുന്നോട്ട് വെച്ചെന്താണ്? ഈ രാജ്യത്തെ രാജ്യവിരുദ്ധ ശക്തികൾക്ക് ചൂട്ടുപിടിച്ചു കൊടുക്കുന്ന സിനിമ, ഈ രാജ്യത്തെ പ്രബല സമുദായത്തെ. മല്ലിക സുകുമാരൻ്റെ നെറ്റിയിൽ അന്നേരം ഒരു കുറി കണ്ടിരുന്നു. കുറി തൊടുന്ന ഹിന്ദുക്കളെ മുഴുവൻ ആക്ഷേപിച്ചിട്ട് ഹിന്ദുക്കളെ ഭീകരന്മാരാണ്, ഗർഭിണികളെ പോലും ബലാത്സംഗം ചെയ്യുന്ന ഭീകരരാണ്, മുസ്ലിമുകളൊക്കെ വലിയ നിഷ്കളങ്കരായ പുഴുവിനെ പോലും നോവിക്കാത്ത പാവം മനുഷ്യരാണെന്ന് ചിത്രീകരിക്കുന്ന ഒരു സിനിമ ഇറക്കിയാൽ
ആളുകൾ ചോദ്യം ചെയ്യും. എന്തൊരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ തന്തയ്ക്ക് വിളിക്കുന്ന സിനിമ ഇറക്കിയാൽ സ്വാഭാവികമായിട്ടും ആളുകൾ പ്രതികരിക്കുന്നു. മകനെ നന്നായിട്ട് വളർത്തണം, കുഞ്ഞുങ്ങളെ നന്നായിട്ട് അടിച്ച് ചൊല്ലി വളർത്തിയില്ലെങ്കിൽ അവർ ചിലപ്പോൾ പഴച്ചു പോകും, പിന്നീട് പഴി കിട്ടുന്ന അച്ഛനും അമ്മമാർക്കാണെന്ന് നാട്ടുമ്പുറത്ത് പറയാറുണ്ട്. അതുപോലെ പൃഥ്വിരാജ് സുകുമാരൻ ഇറക്കിയിട്ടുള്ള സിനിമകളിലൂടെ പൃഥ്വിരാജ് മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയങ്ങളുണ്ട്. ഈ ആശയങ്ങളുടെ പേരിൽ പൃഥ്വിരാജിനെതിരെ ഒരു പറ്റം ആളുകൾ വന്നിട്ടുണ്ടാകും. അത് സ്വാഭാവികമാണ്. പൃഥ്വിരാജിന് രാഷ്ട്രീയം പറയാം, പ്രധാനമന്ത്രിയുടെ തന്തയ്ക്ക് വിളിക്കാം, ലഷ്കറിനെ വൈറ്റ് വാഷ് ചെയ്ത് സിനിമ ഇറക്കാം. അത് കണ്ടിട്ട് ഈ നാട്ടിലെ വാര്യം കുന്തനെ ആയിട്ട് അഭിനയിക്കാം, മഹത്വവൽക്കരിക്കാം. ഇതെല്ലാം കാണുമ്പോൾ ഈ നാട്ടിലെ പ്രതികരണ ശേഷിയുള്ള ജനങ്ങൾ മിണ്ടാതിരിക്കണമെന്നൊക്കെ പറഞ്ഞ് അങ്ങ് പള്ളി പോയി പറഞ്ഞാൽ മതി. മല്ലിക സുകുമാരൻ കിടന്ന് പടച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. പക്ഷെ നാണക്കേടാണ് പ്രിയപ്പെട്ട മല്ലിക സുകുമാരൻ. നിങ്ങളുടെ മകൻ്റെ സിനിമകൾ പരാജയപ്പെടുമ്പോൾ, മകന് തിരിച്ചടി ഉണ്ടാകുമ്പോൾ, മുട്ടക്കട്ട കൊച്ചനായില്ലേ, എത്ര 10-40 വയസ്സെങ്കിലും ഇല്ലേ പൃഥ്വിരാജിന്? പൃഥ്വിരാജ് പറയട്ടെ, തൻ്റെ ഇടത്തൊരു എമ്പുരാൻ സിനിമ വന്നിട്ട് ഒരാൺകുട്ടി, നിങ്ങൾ പറയുന്നുണ്ടല്ലോ ആൺകുട്ടിയാടാ എൻ്റെ മകൻ, എൻ്റെ കെട്ടിയോൻ എന്നൊക്കെ പറയുന്ന സ്ത്രീകളല്ലേ നിങ്ങളുടെ വീട്ടിലുള്ള ഈ ആൺകുട്ടി ഇന്ന് വരെ പരസ്യമായ രംഗത്ത് അതേ എൻ്റെ സിനിമ, എനിക്കാണ് പൂർണ്ണ ഉത്തരവാദിത്തം, എമ്പുരാൻ സിനിമ ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം എൻ്റെ ബോധ്യത്തിൽ ചെയ്ത സിനിമയാണെന്ന് ഇന്ന് വരെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എവിടെ? അന്നേരം അമ്മയുടെ പിന്നിൽ പോയി ഒളിക്കുകയായിരുന്നു. മറ്റേ അമ്മയല്ല, അമ്മയല്ല, മല്ലിക സുകുമാരൻ എന്നുള്ള അമ്മയുടെ പിന്നിൽ പോയി ഒളിക്കുകയാണ്. കാരണം പൃഥ്വിരാജ് സുകുമാരന് വേണ്ടിയിട്ട് ഇപ്പോൾ മല്ലിക വീണ്ടും പറഞ്ഞിട്ട് ഈ വിഷയം വിലായത്ത് ബുദ്ധയുടെ പേരിൽ എമ്പുരാൻ കൊണ്ടുവരികയാണ് എന്ന് പറയുന്ന മല്ലിക സുകുമാരൻ ആലോചിക്കണം. എമ്പുരാൻ സിനിമയെക്കുറിച്ച് കേരളം മുഴുവൻ, ഇന്ത്യ മുഴുവൻ കൊള്ളൊക്കെ ഉണ്ടായി. എന്നൊരക്ഷരം മിണ്ടിയിട്ടുണ്ട് ഇതുവരെ? ഇല്ലല്ലോ. അതല്ലേ ആണത്തം. സിനിമയിലെ വീരശൂര പരാക്രമി ഒറ്റയടിക്ക് 15 പേര് അടിച്ചു വീഴ്ത്തു. ഇത്ര വലിയ നായകനൊക്കെ ആയിരിക്കാം, ഒരു തർക്കമില്ല. പൃഥ്വിരാജ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് നടന്മാരുണ്ട്, ലക്ഷക്കണക്കിന് പ്രേക്ഷകരുണ്ട്. പക്ഷേ പൃഥ്വിരാജ് ചെയ്യുന്നതെല്ലാം കേരളത്തിലെ പ്രേക്ഷകർ, കേരളത്തിലെ പൊതുസമൂഹം കണ്ണും പൂട്ടി അങ്ങ് അംഗീകരിച്ചോണം, കൈയടിച്ചോണം എന്നൊക്കെ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് സാർ. മല്ലിക സുകുമാരൻ്റെ വീട്ടിലെ കാശ് മേടിച്ചല്ല കേരളത്തിലെ ജനങ്ങൾ റേഷൻ മേടിച്ച് കഴിയുന്നത്. അതുകൊണ്ട് മല്ലിക അങ്ങനെ മകൻ്റെ സിനിമകൾ പരാജയപ്പെടുമ്പോൾ ചെയ്യേണ്ടത് ശാന്തമായി മകനെ വിളിച്ചെടുത്തില്ല, കൊച്ചനെ ഇരിക്കെ, നിൻ്റെ സിനിമ എന്താ ഇങ്ങനെ പരാജയപ്പെടുന്നത്? പണ്ട് പൃഥ്വിരാജ് സിനിമയിലേക്ക് വരുന്ന കാലത്ത് കേട്ടിട്ടുണ്ട്, 10-20 വർഷം മുമ്പായിരിക്കും അല്ലേ, മല്ലിക സ്വന്തം ചെലവിൽ വലിയ ഹോർഡിങ് ആ സിനിമയുടെ പരസ്യങ്ങൾ പ്രചാരണം നടത്തിയെന്ന് കേട്ടിട്ടുണ്ട്. അത് ആ കാലത്ത് ഗോസിപ്പാണ്, ശരിയാണോ തെറ്റാണോ എനിക്കറിയില്ല. മകൻ അഭിനയിക്കുന്ന സിനിമയുടെ വലിയ ഹോർഡിങ്ങുകൾ കേരളത്തിൽ പലയിടത്തും വെക്കാൻ വേണ്ടിയിട്ട് സിനിമ നിർമ്മിച്ചവർക്ക് താല്പര്യമില്ലെങ്കിൽ പോലും മല്ലിക പണം കൊടുത്ത് അങ്ങനെ വെച്ചിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. സ്വന്തം മകനെ പ്രൊജക്റ്റ് ചെയ്യാൻ, ഒരു പ്രേക്ഷക സമക്ഷം അവതരിപ്പിക്കാനുള്ള ഒരു അമ്മയുടെ താല്പര്യം. വളരെ സമ്പന്നമായ പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിലാണ് പൃഥ്വിരാജ് ജനിക്കുന്നത്. അച്ഛൻ കേരളത്തിലെ ആദരിക്കപ്പെടുന്ന നടൻ, മല്ലികയാണേലും കേരളത്തിലെ പൊതുസമൂഹത്തിന് ഇഷ്ടമുള്ളൊരു നടി. ആ കുടുംബത്തിൽ നിന്നൊരു ചെറുപ്പക്കാരൻ രംഗത്തേക്ക് വരുമ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കാൻ മാതാപിതാക്കൾ അങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. നമ്മളും ചെയ്യും. നമ്മുടെ മക്കൾ ഒരു കലാരംഗത്തേക്ക് വന്നാൽ അവരെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ നാട്ടിൽ ഫ്ലക്സൊക്കെ അടിച്ച് വെക്കും, ശരിയല്ലേ? തീർച്ചയായിട്ടും ചെയ്യും. അപ്പോൾ അതൊന്നും തെറ്റല്ല. പക്ഷേ അതിനുശേഷം ഇദ്ദേഹത്തിൻ്റെ കരിയർ ഗ്രാഫിലുണ്ടായിട്ടുള്ള ഉയർച്ച താഴ്ചകൾ ഗൗരവത്തോടെ പരിശോധിക്കുകയല്ലേ വേണ്ട. അല്ലാതെ മൈക്കിന് മുന്നിൽ കരക്കാരെ മുഴുവൻ പൊലയാട്ട് പറയാൻ നിന്ന മല്ലിക സുകുമാരൻ നിങ്ങളുടെ മകനെ നശിപ്പിക്കുകയാണ്. മാത്രമല്ല ഇനിയിപ്പം മിക്കവാറും ഭാര്യ വരുമായിരിക്കും കേട്ടോ. എൻ്റെ അറിയില്ലേ സുപ്രിയ, എൻ്റെ ഭർത്താവിനെ അറിയില്ലേ, ആണൊരുത്തൻ, സൗത്ത് ഇന്ത്യയിൽ ഇംഗ്ലീഷ് അറിയാവുന്ന ഏക നടൻ എന്നൊക്കെ പറഞ്ഞു വരുന്ന ആ പരിവേഷത്തോടെ ഇനി ഭാര്യയും വരുമായിരിക്കും. ഇത് വളരെ മോശമാണ് പൃഥ്വിരാജ് സുകുമാരൻ. അങ്ങയുടെ സിനിമകൾ നല്ല സിനിമകൾ, എനിക്ക് അങ്ങയുടെ സിനിമകൾ ഇഷ്ടമാണ്, കാണാറുണ്ട്. എല്ലാ സിനിമയൊന്നും ഇഷ്ടമല്ല. തല്ലിപ്പള്ളി സിനിമ എനിക്ക് കാണാൻ, ഒരു തമിഴ് സിനിമ ഉണ്ടായിരുന്നു, ഒരു നാടകം സംബന്ധിച്ചുള്ള സിനിമ, നാടകം, ഗംഭീര സിനിമയായിരുന്നു പൃഥ്വിരാജ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സിനിമ. എന്നാൽ പൃഥ്വിരാജിൻ്റെ തറ സിനിമകൾ നമ്മൾ തറ സിനിമകൾ, ദൈവനാമത്തിൽ എന്ന് പറഞ്ഞൊരു നല്ല സിനിമയുണ്ടായിരുന്നു, തീവ്രവാദത്തിനെതിരെ വന്ന സിനിമ. ഇതിപ്പോൾ അത്തരം സിനിമകൾ ഇനി അഭിനയിക്കില്ല, അഭിനയിക്കില്ല. അങ്ങനെ അതൊരു കാലം. ഇപ്പോൾ പൃഥ്വിരാജിൻ്റെ ഫണ്ടെന്നൊക്കെ പറയുന്നത് ഈ പറയുന്ന ജിഹാദി ഫണ്ടാണെന്നും മട്ടാഞ്ചേരി മാഫിയയുടെ ഫണ്ടാണെന്നും ഒക്കെ കുറേ ആളുകൾ ഇങ്ങനെ സോഷ്യൽ മീഡിയ പറയുന്നുണ്ട്. നമുക്കറിയില്ല ഇതിന് നിജസ്ഥിതി ഒന്നും അറിയില്ല. ഇത് ഇങ്ങനെ പൃഥ്വിരാജും കേട്ടിട്ടുണ്ടാവും, മല്ലികയും കേട്ടിട്ടുണ്ടാവും. പക്ഷേ എന്തുകൊണ്ടാണ് പൃഥ്വിരാജിനെ മാത്രം ഇങ്ങനെ ഫോക്കസ് ചെയ്യുന്നത്? മോഹൻലാലിനെ കുറിച്ച് പറയുന്നില്ലല്ലോ. അതിന് പൃഥ്വിരാജിനോട് മാത്രം ഈ പറഞ്ഞ ഈ ചില കുറി തൊട്ട ആളുകളും കൃഷ്ണൻ എന്ന് പേരുള്ളവരും ഒക്കെ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നു. ഇപ്പോൾ അവരുടെ പ്രൊഫൈൽ നോക്കിയാൽ കൃഷ്ണൻ്റെ പടമായിരിക്കും, ചിലപ്പോൾ മുഖമില്ലായിരിക്കും എന്നൊക്കെ പറഞ്ഞ് സംഘികളെ ഉദ്ദേശിച്ചാണ് പറയുന്നത് മല്ലിക. അപ്പോൾ സംഘികളെ ഉദ്ദേശിച്ചാണെങ്കിൽ സംഘികൾ മമ്മൂട്ടിയെ ആക്രമിക്കുന്നില്ലല്ലോ, ഇതുപോലെ ഫഹദ് ഫാസിലിനെ ആക്രമിക്കുന്നില്ലല്ലോ, ഇന്നേ ഒരു ഫഹദ് ഫാസിലിനെ ആക്രമിച്ചിട്ടില്ല. നസ്ലൻ എന്ന് പറഞ്ഞില്ലേ,
നെസ്ലൻ അയാളെ മറ്റോ എന്തോ ഇടയ്ക്ക് മോദിക്കെതിരെ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ ഒരു വിവാദം ഉണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞ് എൻ്റെ അക്കൗണ്ട് ആരാണ്ടോ ഹാക്ക് ചെയ്തിട്ട് മോദിക്കെതിരെ ഇട്ടാണ്, ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് നെസ്ലൻ പോയി ഒരു കേസൊക്കെ കൊടുത്തത് മുമ്പ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതല്ലാതെ മുസ്ലിം നാമധാരികളായിട്ടുള്ള ഏതെങ്കിലും നടന്മാരെ ഈ സംഘികൾ ആക്രമിക്കുന്നുണ്ടോ? ഇല്ല, ആക്രമിക്കുന്നത്. അപ്പോൾ പൃഥ്വിരാജ് സുകുമാരൻ ഹിന്ദുവായിട്ടും പണ്ട് ശാഖയെ പോയിട്ടുണ്ടെന്നൊക്കെയാണ് മല്ലിക പറയുന്നത്. സുകുമാരനും RSS ബന്ധമുണ്ടെന്നൊക്കെ മല്ലിക പറയാതെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അങ്ങനെ പൃഥ്വിരാജിനെ എന്തിനാണ് ആക്രമിക്കുന്നത്? ആലോചിക്കണ്ടേ എവിടെയാണ് കുഴപ്പമെന്നുള്ളത്. അപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ തന്തയ്ക്ക് വിളിക്കുന്നത് വലിയ കേമത്തമാണ്. തൻ്റെ സിനിമകളിലൂടെ അങ്ങനെ പറയിപ്പിക്കും. അത് കൃത്യമായി ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ആരാണെന്ന് ധ്വനിപ്പിച്ചുകൊണ്ട് ആ പ്രധാനമന്ത്രിയുടെ തന്തയ്ക്ക് വിളിക്കുന്ന ഒരു കഥാപാത്രമായി പൃഥ്വിരാജ് അഭിനയിക്കുന്നത് പൃഥ്വിരാജിൻ്റെ മനസ്സും അത് കൂടാതെയാണ് എന്ന് പറഞ്ഞാൽ, വീണ്ടും പറയുന്നത്, അത് വിശ്വസിക്കണമെങ്കിൽ പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് മകൻ മുൻകാലങ്ങളിൽ എടുത്തിട്ടുള്ള നിലപാടുകൾ, ഇപ്പം നമ്മൾ എന്ന് നിൻ്റെ മൊയ്തീൻ എന്നുള്ള സിനിമ പൃഥ്വിരാജിനെ എല്ലാവർക്കും ഇഷ്ടമായില്ലേ? അതെ, മൊയ്തീനായിട്ട് അഭിനയിച്ചു, നല്ല സിനിമ എന്ന് പറഞ്ഞു. പിന്നെ ആടുജീവിതം എന്നുള്ള സിനിമ അഭിനയിച്ചിട്ട് അതിന് അവാർഡ് കിട്ടാത്തതിൻ്റെ പേരിൽ കേന്ദ്ര സർക്കാരിനെ തെറി വിളിക്കാൻ വന്നു കഴിഞ്ഞാൽ ആടുജീവിതത്തിൽ എന്താ ഉള്ളത്? ഒരു ഫാൻസി ഡ്രസ്സ് അല്ലേ? ഫാൻസി. ആ നോവൽ ഒരു മനോഹരമായ ഒരു നോവലൊന്നുമല്ല, ബെന്യാമിൻ്റെ ഏറ്റവും നല്ല നോവലൊന്നുമല്ല അത്. റോഡ് ടു മെക്ക എന്ന് പറയുന്ന ഒരു നോവലിൻ്റെ കോപ്പി അടിച്ച് ബെന്യാമിൻ എഴുതിയാണെന്നുള്ള വിവാദം വേറെയുണ്ട്. അപ്പോൾ ആ നോവൽ ബെന്യാമിൻ്റെ തന്നെ ഏറ്റവും മോശപ്പെട്ട നോവലിലൊന്നും എടുത്തിട്ട് ഏറ്റവും മോശപ്പെട്ടൊരു സിനിമ എടുത്തിട്ട് ഞങ്ങളവിടെ കോവിഡ് കാലത്ത് ഈജിപ്തിൽ പോയി പെട്ടുപോയി, അതുകൊണ്ട് എല്ലാ മലയാളിയും വന്ന് സിനിമ എടുത്ത് കാണണം എന്നൊക്കെ പറഞ്ഞാൽ നടക്കുന്ന കാര്യമൊന്നുമില്ല. അതിന് അവാർഡ് ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് പേരുണ്ട്. അതിന് അവാർഡും കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആയമ്മയ്ക്ക് എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് കരുതേണ്ടി വരും. അപ്പോൾ മല്ലിക സുകുമാരൻ മകന് വേണ്ടിയിട്ടുള്ള ഈ ഹമാസ് കളിയുണ്ടല്ലോ, അതായത് സ്ത്രീകളെയും കുട്ടികളെയും മുന്നിൽ നിർത്തിയിട്ടുള്ള ഈ പ്രതിരോധം അങ്ങ് നിർത്തുക. ഇപ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കുകയാണ് പൃഥ്വിരാജിന് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എപ്പോഴാണ് അമ്മയും ഭാര്യയും വരുന്നത് എന്ന് നോക്കിയിരിക്കുന്ന തരത്തിലേക്ക് കേരള സമൂഹം മാറിയിട്ടുണ്ട്. അപ്പം പൃഥ്വിരാജ് സുകുമാരൻ നല്ല സിനിമകൾ തിരഞ്ഞെടുക്കട്ടെ. പൃഥ്വിരാജിന് കഴിഞ്ഞ മനോരമയിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചർച്ച ചെയ്തത് മനോരമയുടെ വരാന്തപ്പതിപ്പിൽ, ഇന്ന് വീണ്ടും ഞായറാഴ്ച, കഴിഞ്ഞ ഞായറാഴ്ച വരാന്തപ്പതിപ്പിൽ, കഴിഞ്ഞ ഞായറാഴ്ച വന്ന വരാന്തപ്പതിപ്പിൽ പൃഥ്വിരാജ് ഞാൻ ആളുകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എമ്പുരാൻ സിനിമ എടുത്തതെന്നും അതിൽ പെശക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാനത് ആലോചിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ തെറ്റ് തിരുത്തുന്നുണ്ടെങ്കിൽ നല്ലതാണ്. സിനിമ ഒരു കലയാണ്. സിനിമ പൃഥ്വിരാജ് മറ്റൊന്നുകൂടെ പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ രാഷ്ട്രീയം പറയണമെങ്കിൽ കോടികൾ മുടക്കിൽ സിനിമ എടുക്കേണ്ടതുണ്ടോ? വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സിനിമ എന്ന് പറയുന്നത് കോടികൾ മുടക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. അതുകൊണ്ട് ജീവിക്കുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട്. വല്ലവൻ്റെയും കാശാണെന്ന് വെച്ചിട്ട് സ്വന്തം ധാർഷ്ട്യം, സ്വന്തം രാഷ്ട്രീയം, സ്വന്തം അഹങ്കാരം നടപ്പാക്കാൻ വന്ന ഒരുപാട് പേരുടെ കഞ്ഞി കുടിമുട്ടും. പൃഥ്വിരാജിന് ഇഷ്ടം പോലെ പൈസ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് അദ്ദേഹം സുഖമായിട്ട് ജീവിക്കും. സിനിമാ വ്യവസായത്തെ തകർക്കരുത് എന്ന് മല്ലിക സുകുമാരൻ തൻ്റെ മകനോടൊന്ന് പറയുന്നത് നല്ലതായിരിക്കും. പിന്നെ ഈ മകൻ്റെ സിനിമ പൊട്ടുമ്പോൾ പൊതുസമൂഹത്തിൽ വന്നിട്ടുള്ള നിലവിളിയുണ്ടല്ലോ, കഷ്ടമാണ്, നാണക്കേടാണ്.